ശലോം സഹോദരങ്ങളെ, ശബാത്ത് ശലോം. നമുക്കറിയാം, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ കർത്താവിൻ്റെ ദിവസമാണ്. അത് പരിശുദ്ധമായിട്ട് ആചരിക്കണം. അന്നാണ് ശബത്ത്. നാം എല്ലാവരും ശബത്ത് ആചരിക്കുന്നവരുമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത്, ഈ അപ്പൻ്റെ കൂടെ, ആബയുടെ കൂടെ നമ്മളെയും ഈ ശബത്ത് ആചരിക്കാനായിട്ട് ആബ അനുവദിച്ചല്ലേ, ഇരുത്തി തൻ്റെ മക്കളുടെ കൂടെ. അപ്പോൾ അങ്ങനെ ഇരുത്തിയതിനെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശബത്ത് എന്ന ഈ വലിയ നിധി നമുക്ക് കിട്ടിയതിലൂടെയുള്ള നമുക്ക് കിട്ടിയ ഗുണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ ഗുണമാണ് അപ്പൻ സ്വന്തം മക്കളോട് കൂടെ നമ്മയും കൂട്ടി എന്നുള്ള ഒരു കാര്യം. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ജാതികളാണ് അല്ലേ? അപ്പോൾ ആബയുടെ സ്വന്തം മക്കളുടെ കൂടെ ഒരു മേശയിൽ ആബയുടെ കൂടെ നമ്മെ ഇരുത്തി എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ഒരു ഗുണം, അവരുടെ കൂടെ കൂട്ടി എന്നുള്ളത്. ഈ ശബത്ത് ഒന്നും ആചരിക്കാതെ, ശബത്തിനെ പുച്ഛിച്ച് തള്ളി ആ ദിവസം പോലും മാറ്റി അന്യജാതിക്കാരനായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുപോലെ എന്താ പറയുക, ആബ ക്രിസ്ത്യാനികളാക്കിയിട്ട്, അതായത് സ്വന്തം ജനമാക്കാൻ ശ്രമിച്ചിട്ടും ആ കയ്യിൽ നിന്ന് വിടുവിച്ച് ഞാൻ അന്യജാതിക്കാരൻ തന്നെയാണ്, എനിക്ക് ശബത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയ ക്രിസ്ത്യാനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാകുന്നു. അതായത് നമ്മെല്ലാം ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് വന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗത്തിനെ ആദിമസഭ, അതായത് ആബ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആബയുടെ സ്നേഹമൊന്നും വേണ്ട, ഞങ്ങൾ ആബ പറയുന്നതൊന്നും അനുസരിക്കില്ല, അനുഗ്രഹങ്ങൾ മാത്രം മതി, ഇസ്രായേലിനെ കുറ്റം പറയും, ഇസ്രായേലിൻ്റെ ദൈവത്തിന് മാത്രമേ ഞങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആബയുടെ കൈയും എന്ന് വിടിവിച്ച് ഓടിപ്പോയ ആ കൂട്ടുകാർ ക്രിസ്ത്യാനികൾ, ആ വർഗത്തിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്ത ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു മൂല്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ കാലം ലോകത്തെ പല സൗകര്യങ്ങൾ കാണിച്ച് മാടി വിളിച്ചപ്പോൾ ആ കൈയും വിട്ടിട്ട് ഓടിപ്പോയി. എന്നാൽ നാം നമ്മുടെ കൈ ആബയ്ക്ക് കൊടുത്തു. അപ്പോൾ കൈ ആരാ പിടിച്ചേ? ആബ പിടിച്ചു. ലോകസുഖങ്ങൾ കണ്ടാലും വിട്ടുപോകാതിരിക്കാനായിട്ട് ആബ നമ്മുടെ കൈ മുറുകെ പിടിച്ചു. ആ സ്നേഹത്തിൻ്റെ തെളിവാണ് നാം ഇന്ന് ശബത്ത് ആചരിക്കുന്നത്. പ്രിയ സഹോദരരെ, ക്രിസ്ത്യാനിയെ പോലെ നമ്മൾ ആണ്, അതായത് ക്രിസ്ത്യാനി ദൈവത്തെ തിരഞ്ഞെടുത്തല്ലേ, കാരണം ക്രിസ്ത്യാനിയായല്ലോ എന്ന് പറഞ്ഞോണം. ക്രിസ്ത്യാനിയെ പോലെ നമ്മളാണ് ദൈവത്തെ തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ നാമും അവരെ പോലെ തന്നെ ഓടിപ്പോയേനെ. അതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മയും കൂടെ അപ്പൻ സ്വന്തം മക്കളോട് കൂടെ കൂട്ടി ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഈ ശബത്ത് മേശയിൽ ഇരുത്തി നമ്മളെ. അപ്പം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തോതാബ്ജി ശബാത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. അതായത് യഥാർത്ഥ ദൈവസ്നേഹം എങ്ങനെയുള്ളതാണ്, അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ദൈവസ്നേഹം എങ്ങനെയാണ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ലോകത്തിൻ്റെ മക്കളാണോ അതോ ദൈവത്തിൻ്റെ മക്കളാണോ എന്ന്. നമുക്കറിയാലേ, ഇന്ന് ലോകത്തിൽ 2 തരം ജനതയാണുള്ളത്. അതായത് ലോകത്തിൻ്റെ ജനത, അവരുടെ രാജാവ് സാത്താനാണ്. പിന്നെ ദൈവം രാജാവായിട്ടുള്ള ദൈവം തിരഞ്ഞെടുത്ത ജനത. അങ്ങനെ 2 തരം ജനതയാണ് നമ്മുടെ ഇന്ന് ഈ ലോകത്തുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോരുത്തരും, എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും
ആരുടെ ഗണത്തിൽപ്പെട്ടതാണ് എന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും. ഈ ചോദ്യം ആദ്യം തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക. ദൈവസ്നേഹം എന്നാൽ എന്താണ്? നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ലോകത്തിൻ്റെ ജനതയാണ് എങ്കിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത ഇതൊക്കെ ആയിരിക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ രോഗം മാറ്റും, കടം മാറ്റും, സൗഭാഗ്യങ്ങൾ തരും, പ്രശ്നങ്ങൾ തീർത്ത് തരും, ഒരുപാട് സുഖങ്ങൾ, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, അല്ലേ? അങ്ങനെ എന്നിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്നിട്ട് അടിച്ചുപൊളി ജീവിതമൊക്കെ ആയിരിക്കും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ വേദനയൊന്നും ഇല്ലാതെ ഇങ്ങനെ മരിക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകും, അവിടെയും സുഖം. അപ്പം ഇങ്ങനെയായിരിക്കും ഒരു ലോകത്തിൻ്റെ പുത്രിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിൻ്റെ മക്കൾ തന്നെയാണ്. നിങ്ങളുടെ രാജാവ് സാത്താനുമാണ്. കാരണമുണ്ട്, ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. യേശുവായുടെ മരുഭൂമിയിലെ ആ പരീക്ഷാ കാലഘട്ടമില്ലേ, അത് വായിച്ചു നോക്കി. അതിൽ സാത്താൻ എന്താ യേശുവായോട് പറയണേ? അതിൽ സാത്താൻ യേശുവായോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്ന ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാം. അപ്പം ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് 2 ഹിന്റ് കിട്ടും. എന്താണ്? ഈ ലോകം മുഴുവൻ അവൻ്റെയാണ്. സാത്താനാണ് ഈ ലോകത്തിൻ്റെ രാജാവ്. രണ്ടാമതായിട്ട് അവൻ ഹിന്റ് തരുന്നത് ലോകത്തിൻ്റെതായ എല്ലാ സുഖസന്തോഷങ്ങളും തന്ന് നമ്മെ മയക്കുന്നത് സാത്താൻ്റെ സ്വഭാവമാണ്. ഇന്നും സാത്താൻ എടുക്കുന്ന സ്വഭാവം എന്താണ്? പണ്ട് ഏദൻ തോട്ടത്തിൽ കാണിച്ച അതേ ട്രിക്ക് തന്നെയാണ് ഇന്ന് സാത്താനും കാണിക്കുന്നത്. അന്ന് ആദത്തിനോടും ഹവ്വയോടും അവൻ പറഞ്ഞു, ഈ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നീ ആദ്യം മണത്ത് നോക്ക്, നീ നക്കി നോക്ക്, എന്നിട്ട് നീ ഒന്ന് വായിലിട്ട് ചവച്ച് നോക്ക്, എന്നിട്ട് നീ എന്നൊക്കെ പറഞ്ഞാണ് ആ പഴം തെറ്റിച്ചത്, അല്ലേ? എന്നുപോലെ തന്നെയാണ് ഇന്ന് ഓരോ പാപവും അവൻ കൊണ്ടുവരുന്നത്. നീ ഒന്ന് കണ്ടു വെച്ച് പാപമില്ലല്ലോ, നീ ഒന്ന് ചെയ്തു നോക്ക്, പാപം ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് പല ട്രിക്കിലൂടെ. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കുറച്ചും കൂടെ ഇതും കുഴപ്പമില്ല, അടുത്ത സ്റ്റെപ്പിലായിരിക്കും തെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പാപത്തിലേക്ക് വീഴുന്നത്. ഓരോ അവസ്ഥകൾ അതാണ് പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് പോവാനേ പാടില്ല. എന്താ കർത്താവ് പറഞ്ഞത്? സാത്താനിൽ നിന്ന് നീ വിട്ടകന്ന് നിൽക്കുക, അവനൊരു വക്രബുദ്ധിക്കാരനാണ്, നിന്നെ അവൻ ചെന്ന് പിടിക്കുമെന്നാ പറഞ്ഞത്. അവൻ ലോകത്തുള്ള എല്ലാ പ്രതിമയിലും വിഗ്രഹത്തിലും ഇരിക്കുന്ന ഏത് ജാതിയായാൽ പോലും ഏത് രൂപമായാൽ പോലും എന്നെ ആരാധിക്കൂ, ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാം, ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെയാക്കാം എന്നാണ് അവൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പഴയ ആ ട്രിക്ക് തന്നെ, പഴയ പാമ്പ് എന്ന ബൈബിളിൽ പറയണേ, അല്ലേ? അവൻ്റെ സ്വഭാവം തന്നെ അതാണ്. അപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള എല്ലാവരുടെയും ചിന്ത ഇതാണ്: ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അനുഗ്രഹം തരും, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. നിങ്ങൾക്കറിയോ, ദൈവത്തിന് നിങ്ങളുടെ ആരാധന അഥവാ സ്തുതി, സുഖിപ്പിക്കൽ ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ചുറ്റും 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കാനായിട്ട് സെറാഫുകളുണ്ട്. നിങ്ങളുടെ ഈ സ്തുതിയോ ആരാധനയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളോട് ദൈവത്തിനുള്ളത് മക്കളോടുള്ള ഒരു അപ്പൻ്റെ സ്നേഹ. യഥാർത്ഥ അപ്പൻ്റെ സ്നേഹം എന്നത് എങ്ങനെയായിരിക്കും? തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല, അല്ലേ? മകൻ പിണങ്ങിയാലും തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും അവനെ കാത്തിരിക്കുന്ന ഒരു അടങ്ങാത്ത ഒരു സ്നേഹമുണ്ട്, അല്ലേ? അപ്പം അതാണ് നമ്മുടെ ആബയുടെ സ്നേഹം. അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു തരം ഭ്രാന്തമായ സ്നേഹമാണ്. സാത്താനാണ് തൻ്റെ മക്കളെ അടിമകളായിട്ട് കണക്കാക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവമുണ്ടാക്കിയ മനുഷ്യനെ നശിപ്പിച്ച് അവൻ്റെ പോലെയാക്കി അവനോടൊപ്പം നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അതിനാണ് അവൻ എല്ലാ വിഗ്രഹത്തിലും കയറിയിരുന്ന് എന്നെ ആരാധിക്കും, ഞാൻ നിങ്ങൾക്ക് സുഖം തരാം, സന്തോഷം തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്?
നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരു മകൻ അപ്പനെ സ്നേഹിക്കുന്നതോടൊപ്പം അനുസരിക്കുന്നതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പിതാവിന് എന്തോ ഒരു സന്തോഷം കൂടുതലുണ്ടാകും അല്ലേ? നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം തന്നെ യഹൂദനായ മനുഷ്യനായിട്ട് വന്ന്, യേശുവായിട്ട് വന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അപ്പോൾ യേശുവായുടെ ജീവിതം തന്നെ എടുത്ത് നോക്കിയാൽ മതി നമുക്ക് എങ്ങനെ അന്തസ്സായിട്ട് ജീവിക്കാമെന്നല്ലേ. അവിടെ എന്താ യേശുവ മാതൃക കാണിച്ചത്? തൻ്റെ പിതാവിനെ എല്ലാ കാര്യത്തിലും അനുസരിക്കുന്ന ഒരു പുത്രൻ, എന്തും തൻ്റെ പിതാവിനോട് ചോദിച്ച് ചെയ്യുന്ന ഒരു മകൻ. ആ ആത്മബന്ധത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അടുത്ത ചോദ്യം വരും, അപ്പോൾ യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ഈ സുഖവും സന്തോഷവും ഒന്നും വേണ്ടേ? എപ്പോഴും ദുഃഖിച്ച് ഞങ്ങൾ കഴിയണമെന്നാണോ പറയണേ? അങ്ങനെ ഒരു ചിന്ത ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തിക്കുകയേ അരുത്. അതൊരു സൈക്കോ സ്വഭാവമാണ്. മദർ തെരേസയുടെ കഥ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, മദർ തെരേസയുടെ പോലെ. അതായത് എത്ര പൈസ ഉണ്ടായിട്ടും ദരിദ്രനായിട്ടാണ് ജനിച്ചതെങ്കിൽ ദരിദ്രനായിട്ട് ജീവിച്ച് ദരിദ്രനായിട്ട് മരിക്കണം, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് കരുതുന്ന ഒരു സൈക്കോ തരമുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ പല വിധത്തിൽ പീഡിപ്പിച്ച് ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന ഒരു തരം സൈക്കോ രീതി. പല വിശുദ്ധകളെയും നമ്മളെ സഭയിൽ നമ്മളെ പഠിപ്പിച്ച് തരുന്നത് എന്താണ്? പല പല ത്യാഗങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലൂടെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് തനി സൈക്കോ ആണ്. മദർ തെരേസയുടെ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പോയി വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനും നേരമില്ല. നമ്മൾ പല വിശുദ്ധന്മാരെന്ന് വിചാരിക്കുന്ന പലരും ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു സൈക്കോ തരം നിങ്ങളെ വല്ലവരും പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റല്ല, പാപമാണ്. തെറ്റ് മാത്രമല്ല, പാപമാണത്. കാരണം എന്താ? നമ്മുടെ ശരീരം എന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മെ ഉണ്ടാക്കിയ ദൈവം ആഗ്രഹിക്കുന്നത് നാം സന്തോഷമുള്ളവരായിരിക്കണം എന്നാ. നമ്മുടെ ശരീരം വൃത്തിയായും ഭംഗിയായും കൊണ്ടു നടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അല്ലാതെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു എന്ന് കരുതി ഇടിന് തകർന്നു പോകുന്നതല്ല ആത്മീയത. ആഭരണങ്ങൾ ഇട്ടു എന്ന് കരുതി ഒക്കെ തകർന്നു പോയി, അതോടുകൂടി എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്നതല്ല ആത്മീയത. അത് അഭിനയത്തിൻ്റെ മുഖം മൂടി. ആത്മീയത അഭിനയിക്കുന്നവരുടെ മുഖച്ഛായയാണത്. ഇങ്ങനെ ആത്മീയതയ്ക്കൊരു ചട്ടക്കൂട് ഇങ്ങനെ പണിത് വെച്ചേക്കാം. ഇങ്ങനെ ആയിരിക്കണം ആത്മീയത. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടണം, തലയെക്കൂടെ ഇങ്ങനെ മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ സൗമ്യത, തിരിച്ചൊന്നും പറയാൻ പാടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സാത്താനെ പറഞ്ഞപ്പോൾ ഒരുത്തിന് കൊണ്ടു. അവൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ദൈവം ആ പാപങ്ങളെല്ലാം സാത്താൻ്റെ അണ്ണാക്കിൽ തിരികി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ അണ്ണാക്കെന്നൊക്കെ സംസാരിച്ചാൽ അവനെന്താ വലിയ തെറ്റാ. എന്താ അണ്ണാക്കെന്ന് വെച്ചാൽ എന്താ കുറുനാക്ക്, അണ്ണാക്ക്, യൂവിയോള എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ അതൊക്കെ മനുഷ്യൻ്റെ അവയവങ്ങളാണ്. അതുപോലും അവന് സഹിക്കാൻ പറ്റുന്നില്ല. ആത്മീയത പറയേണ്ട വായിലാണോ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന് ആത്മീയത എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലെ ആത്മീയത ദൈവമാണ് മനസ്സിലാക്കുന്നത്. നീ എന്ത് ചിന്തിക്കുന്നു, നീ എന്ത് ചിന്തയിലാണ് ഇങ്ങനെ പറയുന്നേ, നാളെ നീ എന്താണ്, നീ മറ്റുള്ളവരെ അവരുടെ മുമ്പിലേക്ക് അഭിനയിക്കാൻ കാണിച്ചു കൂട്ടുന്നത്, ഇതൊക്കെ നമ്മുടെ ആബയ്ക്ക് അറിയാം. മനസ്സിലായോ? ഇപ്പം സാത്താനെ വക്രബുദ്ധിയുള്ള സാത്താൻ വരുമ്പോൾ വക്രബുദ്ധിയോട് കൂടെ തന്നെ നിങ്ങൾ തിരിച്ചടിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പ്രാവിനെ പോലെ നിഷ്കളങ്ക മാത്രമല്ല, പാമ്പിനെ പോലെ ബുദ്ധിയും കാണിക്കണം, വക്രബുദ്ധി. അപ്പോൾ അവൻ ചെളിയോ മണ്ണോ എടുത്തിട്ടാണ് വരണമെങ്കിൽ അത് അവൻ തിരിച്ചു കൊടുക്കണം എന്നും കൂടിയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണേ. അല്ലാണ്ട് എപ്പോഴും ഒരു മുഖത്തടിക്കുമ്പോൾ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക, ശത്രു വരുമ്പോഴും സാത്താൻ വരുമ്പോഴും മുഖത്തടി കാണിച്ചു കൊടുക്കുന്നല്ല അവ പഠിപ്പിച്ചത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. കർത്താവ് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിൽ എത്ര വാളുണ്ട്, വാളുള്ളവനത് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വാക്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കണ്ടേ. അല്ലാണ്ട് എവിടെയോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു ചേർച്ചയില്ലാത്ത ഭാഗത്ത് കൊണ്ടുവന്ന് അതുകൊണ്ട് വെക്കില്ല. എന്താണ് ബൈബിൾ പഠിക്കുക വേണ്ട, വെറുതെ വായിക്കില്ല. ബൈബിള് പഠിക്കണം. എന്ത് അർത്ഥത്തിലാണ് കർത്താവ് അവിടെ അങ്ങനെ പറഞ്ഞേ, എന്താ അത് ഉദ്ദേശിച്ചേ? അങ്ങനെയൊക്കെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ. ഒരു വാചകം മാത്രം എടുത്തിട്ട് ഭാഗം ചെയ്യാൻ വരുന്നതല്ല. അതവിടെ കിടക്കട്ടെ. അപ്പോൾ
ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു മകന് വിശക്കുമ്പോൾ അവൻ ഫുഡ് തായോ എന്ന് പറഞ്ഞില്ല എങ്കിലും ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അത് കണ്ടറിഞ്ഞ് ആ ഫുഡ് കൊടുക്കാനുള്ള കഴിവുണ്ട് അല്ലേ? കർത്താവ് പറഞ്ഞല്ലേ, ഒരു മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങൾ തേളിനെ കൊടുക്കോ, മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കോ, മനുഷ്യരായ നിങ്ങൾക്ക് പോലും അത്രയ്ക്ക് വകതിരിവുണ്ടെങ്കിൽ ദൈവത്തിന് എത്രയധികം ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപേ കണ്ടറിയുന്നതാണ് ദൈവസ്നേഹം. ചിലർക്ക് തരും, ചിലർക്ക് തരില്ല. അതിന് കാരണങ്ങളുണ്ട്. ഒരു മകന് ഒരാവശ്യം നടത്തി കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് അവൻ എന്താകും എന്നൊക്കെ നമ്മുടെ ദൈവത്തിനറിയാം. നന്ദിയുള്ളവരായിരിക്കുമോ, അത് മറക്കുമോ എന്നുള്ള ചിന്ത പോലും, അവൻ്റെ ചിന്ത പോലും ദൈവത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ദൈവം അത് കൊടുക്കും, അത് അനുവദിക്കും, ചിലപ്പോൾ അത് അനുവദിക്കില്ല. എന്നാൽ ദൈവം തൻ്റെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ദൈവം എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഇത് അവൻ്റെ ആത്മീയതയ്ക്ക് നല്ലതാണോ എന്നാണ്. ഇത് കൊടുക്കുന്നത് മൂലം അവൻ നശിക്കാൻ ഇടയുണ്ടോ എന്നാണ്. നമുക്ക് അത് അപ്പോൾ തരുന്നത് നല്ലതിനല്ല എന്നാണ്. അവൻ എന്നിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ അത് അവൻ്റെ ആത്മീയതയ്ക്ക് കോട്ടം വരുത്തും എന്ന് ഉണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്കത് തരില്ല. നിങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാം അല്ലേ? എല്ലാ മഹാപുരുഷന്മാരുടെയും അമ്മമാർ വന്ധ്യകളായിരുന്നു. സാറ, എലിസബത്ത്, ഹന്ന, അങ്ങനെ കുറേ പേരെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വന്ധ്യകളായിരുന്നു. വന്ധ്യകളായിരുന്ന അവർ എന്തോരം കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലേ? പക്ഷേ ദൈവം അത് അവർ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് കൊടുത്തില്ല ആ പ്രാർത്ഥിച്ച സമയത്ത്. കാരണം എന്താ? അവരുടെ ഗർഭപാത്രം ദൈവം അടച്ചു വെച്ചു. കാരണം എന്താ? ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടപ്പിലാക്കാൻ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ലാസർ മരിക്കുമെന്ന് ദൈവത്തിന് അറിയാം അല്ലേ? എന്തിനാ വെയിറ്റ് ചെയ്തത്? യേശുവാക്ക് മുന്നമേ പോകായിരുന്നില്ലേ? അവിടെയും ദൈവപ്രവൃത്തിക്ക് വഴിയൊരുക്കി. അതാ പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് മനുഷ്യൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ സമയം. അത് തിരഞ്ഞെടുക്കുന്നവരാണ് രണ്ടാമത്തെ ഗണത്തിലുള്ളവർ. അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവം എപ്പോഴും എന്താ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത്? സുഖം തരാം, സന്തോഷം തരാം എന്നാണോ? അല്ലല്ലോ. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്. മനസ്സിലായ? സുഖമുള്ളതല്ല. അതിലൂടെ പോകുന്നവരും കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെയാണ് ദൈവം നമ്മളെ ബൈബിളിൽ പഠിപ്പിച്ചേക്കണേ. പക്ഷെ എല്ലാ പള്ളിയിലും ആരാധനാലയത്തിലും പുരോഹിതരെന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തെ വിളിക്കി, എല്ലാം കിട്ടും, സുഖം കിട്ടും, സന്തോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട് കേട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഒരു ധാരണയുണ്ട്. രോഗം വന്നാൽ അത് ദൈവത്തിൻ്റെ ശിക്ഷ, ലോട്ടറി അടിച്ചാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയൂലേ, ദൈവം അനുഗ്രഹിച്ചു അവളെ അല്ലേ? അതുപോലെ എന്തെങ്കിലും കഷ്ടകാലം വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് പാപം ചെയ്തിട്ടായിരിക്കും അത് വന്നേ അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കണേ. ഇങ്ങനെയുള്ള ഒരു ചിന്ത മുതലാക്കിയിട്ടാണ് നേർച്ചപ്പെട്ടികളിവിടെ പെരുകുന്നത്. പള്ളിയിലേക്ക് കാശ് കൊടുക്ക്, ഐശ്വര്യം വരും. പാസ്റ്റർക്ക് കാശ് കൊടുക്ക്, അനുഗ്രഹം കിട്ടും. ദശാംശം പുരോഹിതന് കൊടുത്താൽ ഇരട്ടി ലഭിക്കും. 1 കൊടുത്താൽ 2 കിട്ടും, 2 കൊടുത്താൽ 4 കിട്ടും. ഉച്ചിട്ട് കളി പോലെ അല്ലേ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ മനസ്സെങ്ങനെയാ? ദൈവം എന്ന പിതാവിനോട് നിങ്ങൾക്കുള്ള സ്നേഹം എങ്ങനെയാ? അനുഗ്രഹം കിട്ടാനുള്ള സോപ്പാണോ? അതോ ദുഃഖം തന്നാലും സന്തോഷം തന്നാലും തോതാബാ എന്ന് പറയുവാനുള്ള ഒരു മനസ്സാണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാത്താനാണോ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണോ എന്ന്. ആബയുടെ മക്കളാണ് നിങ്ങളെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ആബയുടെ അറിവിൽ ജനിച്ച് ആബയുടെ ഉപദേശിക്കപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് എൻ്റെ നന്മയ്ക്ക്.
എന്നെ അപ്പൻ കാണുന്നുണ്ട്, എന്നെ എപ്പോഴും എൻ്റെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഖം തന്നാലും ദുഃഖം തന്നാൽ ദുഃഖമാണോ തരുന്നേ? ഓക്കേ ഓക്കേ ആബാ, എനിക്ക് കുഴപ്പമില്ല. എന്ത് തന്നാലും അതെൻ്റെ നന്മയ്ക്കാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്ത് വന്നാലും അങ്ങനെ ഉള്ളവർക്ക് അമിതമായി സന്തോഷവും തോന്നില്ല, അമിതമായ ദുഃഖവും തോന്നില്ല. ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ അമിതമായ സന്തോഷവും തോന്നില്ല. കാരണം ആബ തന്നു, ഓക്കെ. ഇപ്പം തന്നില്ലെങ്കിലും ആബയുടെ മോള് തന്നെയാണ്, നാളെ അത് പോകാം. ദുഃഖം തന്നാലും അത് ഓക്കെ, അതും ആബ എനിക്ക് തന്നിട്ടുള്ള. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നമുക്ക് ആബ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ലോകം, ആബ പറഞ്ഞ ഈ ലോകം എൻ്റെയല്ല, അതുപോലെ ആബയുടേതല്ലാത്ത ഈ ലോകം നമ്മുടെയുമല്ല. ഈ ലോകത്തിൻ്റെ രാജാവും നമ്മുടെ അല്ല, നമ്മുടെ അപ്പൻ, യഥാർത്ഥ ദൈവം. നമുക്ക് നമ്മുടെ അപ്പൻ്റെ കൂടെ പോകാനുള്ളതാണ് നിത്യരാജ്യത്തിലേക്ക്. നമ്മുടെ സന്തോഷം അവിടെയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതായത് നമ്മുടെ തള്ളാഹുവിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിടണം, ഭൂമിയിൽ നമ്മൾ ഇത്ര പേരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ മദ്യപ്പുഴ കിട്ടും, ഭൂമിയിൽ ഇത്ര ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള പ്രതിമകളെയും ബഹുദൈവ വിശ്വാസികളെ ഒക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ നിന്നപ്പോൾ ഹൂറികളെ കിട്ടും, ഹൂറന്മാരെ കിട്ടും. സ്നേഹമല്ല കേട്ടോ ദൈവത്തിൻ്റെ. അത് പ്രതീക്ഷിച്ച് അത് നിത്യരാജ്യത്തിലേക്ക് പോകണ്ട കേട്ടോ. അത് ഇത് അപ്പോൾ അങ്ങനെ, അപ്പോൾ ഭൂമിയിൽ ദൈവേഷ്ടം അനുസരിച്ച് അനുസരണയോടുകൂടി നിന്ന് കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ധർമ്മം. പക്ഷെ നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ സിമ്പിളാണല്ലോ എന്ന്. പക്ഷെ അതൊട്ടും സിമ്പിളല്ല, എളുപ്പമല്ല എന്നതാണ് സത്യം. കാരണം എന്താണ്? സാത്താൻ നോട്ടമിടുന്നത് നമ്മയാണ്. അവൻ്റെ അടിമകളിലൂടെ പീഡിപ്പിക്കുന്നതും നമ്മെ തന്നെയാണ്. അപ്പോൾ അതിനാൽ ആ കർത്താവ് പറഞ്ഞ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന്. അപ്പോൾ അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ട് എല്ലാ ദൈവമക്കൾക്കും സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ കൈ ആബയ്ക്ക് കൊടുക്കണം. ആബയാണത് മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ അത് കൈവിട്ട് പോകാൻ നമുക്ക് പറ്റില്ല. നീതിയും ന്യായവും പ്രവൃത്തിയിൽ വിശ്വാസം പറയാൻ മാത്രമുള്ളതല്ല, പ്രവൃത്തിയിലും കൂടെയുള്ളതാണ്. അപ്പോൾ പ്രവൃത്തിയിലും കൂടെ കാണിച്ചു കൊടുത്ത് ആബയുടെ നല്ല മക്കളായി ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആബയുടെ 10 കൽപ്പനയെ അനുസരിച്ച് ആ 10 കൽപ്പന അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിച്ചാൽ മതി. നമുക്ക് ആബയുടെ കൂടെ നിത്യരാജ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹവും, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹവും ഇങ്ങനെ ആയിരിക്കണം. യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ വരുന്ന കപട സ്നേഹങ്ങളെല്ലാം യഥാർത്ഥ ദൈവസ്നേഹമല്ല. എല്ലാ ദൈവമക്കൾക്കും അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാകും, ആരൊക്കെയാണ് ആബയുടെ മകൻ എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയല്ല വേറെ തരത്തിലാണ് ചിന്ത പോകുന്നതെങ്കിൽ അത് ഞാനും സാത്താൻ്റെ ലോകത്തിൻ്റെ മക്കൾ തന്നെ ആണ് എന്നും നിങ്ങൾക്കിപ്പോൾ ചിന്ത വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചൊരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ ചിന്തിക്കണം, അപ്പോൾ ഞാൻ ആബയുടെ അല്ലല്ലോ എന്ന്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ചു വരിക. അതിന് ദൈവം വിചാരിക്കണം, നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവരും പെസഹയൊക്കെ നന്നായിട്ട് ആചരിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തൊരു വേഗം പെസഹ എന്നുള്ള ആ ഒരു 7 ദിവസം കടന്നു പോയത് അല്ലേ. അപ്പോൾ അധികം ഒന്നും ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് സമ്മതിച്ചിട്ടില്ല. നമ്മളിൽ പലരും ഒറ്റയ്ക്ക് പെസഹ ആചരിച്ചവരുണ്ട്, മക്കളുടെ കൂടെ പെസഹ ആചരിച്ചവരുണ്ട്, കുടുംബം അടക്കം പെസഹ ആചരിച്ചവരുണ്ട്. അപ്പോൾ പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ഭംഗിയായിട്ട് അത് ആചരിക്കാൻ പറ്റി. ഓരോ കൊല്ലം ചൊല്ലുന്തോറും നമുക്ക് പെർഫെക്റ്റായിട്ട് ആബയുടെ മക്കളുടെ കൂടെ ഓരോ ഫീസ്റ്റും ആബ നമ്മളെ അനുവദിക്കുന്നു, നമ്മളെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യാനായിട്ട് ആബ അനുവദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആബയാണ് നമ്മുടെ കയ്യിൽ പിടിച്ചേക്കണേ. അതുകൊണ്ടാണ് നമുക്കിതിനൊക്കെ സാധിക്കണേ. ഒരു ദുഷ്ടശക്തിയും സാത്താൻ്റെ ശക്തിയും ഒക്കെ 10 മടങ്ങി അവിടെ കിടക്കുന്നത് കാണാൻ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അവരൊന്നും നമ്മുടെ 7 ലോകത്തേക്ക് വരാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ പെസഹ കഴിഞ്ഞു, പിന്നെ അതിനിടയ്ക്ക് വോട്ട് കഴിഞ്ഞല്ലേ. വോട്ട് കഴിഞ്ഞു, പെസഹം കഴിഞ്ഞു, വോട്ടും കഴിഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ആത്മീയതയിൽ ഈ രാഷ്ട്രീയത്തിന് എന്ത് കാര്യമെന്നല്ലേ. നിങ്ങൾ ബൈബിൾ ചിന്തിച്ച് നോക്കി, രാജാക്കന്മാർ, പല രാജാക്കന്മാരെയും പ്രവാചകന്മാർ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും, യേശുവ തന്നെ പീഡാസഹനത്തിന് മുമ്പ് പലതും തിരിച്ചു ചോദിക്കുന്നില്ലേ രാജാക്കന്മാരുടെ അടുത്ത്. അപ്പം അന്നത്തെ ഈ രാജാവ്, നിയമവ്യവസ്ഥ, കോടതി, അതൊക്കെ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, ബൈബിളിൽ കാണിക്കുന്നതും ഒക്കെ. അപ്പം എന്താ, അത് രാഷ്ട്രീയമല്ലേ? നിങ്ങൾ ചിന്തിക്കേ. അല്ലാണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് മനസ്സിൽ കരുതുന്നോണം അത് ആ വഴിയല്ല. എല്ലാം അടങ്ങുന്നതാണ് ആത്മീയത. പച്ചയായ മനുഷ്യനാണ്. ഒരു സിനിമ പാട്ട് പാടി എന്ന് കരുതിയോ, ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞെന്ന് കരുതിയോ ഒലിച്ചു പോണത്, അതൊക്കെയാണ് അഭിനയത്തിൻ്റെ ആത്മീയത. ക്രിസ്ത്യാനിയുടെ അഭിനയത്തിൻ്റെ മുഖംമൂടി ഇതല്ല. ഇത് പ്യുവറാ, ഭയങ്കര എന്താ പറയുക, എന്തായിരിക്കുന്ന ഒരു അഭിനയവും ഇല്ല, അത് അങ്ങോട്ട് കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കേണ്ടതും നമ്മുടെ കടമയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ദുഷ്ടാത്മസേനകൾ എന്ന് ബൈബിളിൽ പറയുന്നത് ഈ തീവ്രവാദ സംഘടനകളെയാണ്. അപ്പോൾ തീവ്രവാദത്തെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ഇസ്രായേൽ മക്കളും അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ശാരീരികമായിട്ട് അവർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയ ഭടന്മാർ, നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആത്മീയ പോരാളികളായിരിക്കണം എപ്പോഴും. ഇറാനിൽ കുറേ സാധാരണ ജനങ്ങളുണ്ട്, ആരൊക്കെയോ നിർബന്ധിച്ച് കൺവെർട്ടഡായിട്ട് മുസ്ലിം ആക്കിയവർ, പാവങ്ങളാണ് അവരൊക്കെ. അതിൽ യഹൂദന്മാരുമുണ്ട്, അങ്ങനെ, അതായത് ഈ പലയിടത്തും ചിതറിപ്പാർത്തവർ, അങ്ങനെ അവയുടെ മക്കൾ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഇറാനിയൻ ജനത, സാധാരണ ജനതയൊക്കെ ആഗ്രഹിക്കുന്നത് അവരെ ഇപ്പോഴെങ്കിലും തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. ഇസ്രായേലൊക്കെ ഒരു ബോംബിടാൻ പോകുന്നതിന് മുൻപ് ഹെലികോപ്റ്ററിൽ കടലാസിൽ ഇങ്ങനെ ലെറ്ററുകൾ താഴേക്ക് വിടും, നിങ്ങൾ വേഗം ബങ്കറിൽ പോയി ഒളിക്കുക, ഞങ്ങളിതാ ഇടാൻ പോവാണ്, ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അവരവിടെ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം തീവ്രവാദം മാത്രമാണ്, അല്ലാണ്ട് സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കലല്ല. അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. തീവ്രവാദം എന്ന ആ ഒരു സാത്താൻ്റെ ആ ഒരു ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേൽക്കാരുടെ ആ ഉദ്യമങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇപ്പോൾ ഈ സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കുന്നത് അവരെങ്ങനെ യുദ്ധം ചെയ്യുന്നതും കൊണ്ട് കൂടിയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ സമാധാനത്തിനും കൂടി വേണ്ടിയിട്ടാണ് യഹൂദ ജനത യുദ്ധം ചെയ്യുന്നത്. ഈ ആണവായുധങ്ങൾ നശിപ്പിക്കാനും ഒക്കെ അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അതൊരു യുദ്ധമായിട്ടാണ് മനുഷ്യരുണ്ടാക്കുന്നതായിട്ടാണ് തോന്നുക. സാധാരണ പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അവർ പത്രം വായിക്കുന്നവർക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് മാത്രമാണ് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് അതിനൊക്കെ വേണ്ടി അന്വേഷിക്കണം എന്നെല്ലാം പറയുന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കലും ഇടയലേഖനങ്ങൾ വായിക്കുമ്പോൾ അതങ്ങോട്ട് വിഴുങ്ങലുമല്ല, അതിലൊന്നല്ല കാര്യങ്ങൾ. എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും പോയി അന്വേഷിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ കഥകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, അമേരിക്കയും കൂടെ യുദ്ധത്തിലുണ്ടല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കണം എന്നില്ല ഇസ്രായേൽക്കാരെ പോലെ. അപ്പോൾ നിരപരാധികൾ കുറേ പേര് മരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദുഷ്ടന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്, തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാം ഒന്ന്, എല്ലാ ദൈവവും ഒന്ന്, എല്ലാ മക്കളും ഒന്ന്, അങ്ങനെ ഒരു കോൺസെപ്റ്റേ വളരെ തെറ്റാണ്. എല്ലാം യഥാർത്ഥത്തിൽ ഓരോന്നേ ഉള്ളൂ. യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ, ഇസ്രായേലിൻ്റെ ദൈവം. അപ്പം അങ്ങനെയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുപോലെ ഞാൻ പറഞ്ഞത്, ദൈവജനം എവിടെയായിരുന്നാലും ആരുടെ ഇടയിൽ ചിതറിപ്പാർത്താലും ദൈവം സംരക്ഷിക്കും അവരെ. ധൈര്യമായിട്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ദൈവജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. ഇസ്രായേൽ മക്കളെയും IDF-നെയും മൊസാദിനെയും അങ്ങനെ എല്ലാവരെയും ഓർക്കുക. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ശബത്തും കൂടെ ആചരിക്കാനായിട്ട് നമുക്ക് അനുഗ്രഹം തന്ന ആബിയോട് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാനിന്ന് പറഞ്ഞു വന്നേ. അപ്പോൾ ദൈവസ്നേഹം എന്ന് ഹീബ്രുവിൽ പറയുന്നത് അഹാവത് എലോഹീം എന്നാണ്. എലോഹീം ദൈവമാണെന്ന് നമുക്കറിയാം അല്ലേ. അഹാവത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ്, സ്നേഹം എന്നാണ്. സ്പെല്ലിങ് AHAVAT. അഹാവത് എലോഹീം, ELOHIM. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. നിങ്ങൾ നിങ്ങളുടെ ആബയുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാനുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തോദാ.